Hi all, welcome back to my channel. So നമ്മൾ ഇന്ന് എടുക്കുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് മൊഡ്യൂൾ 1 ഒരു ടോപ്പിക്കായിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ് ആണ്. നമ്മൾ ഓൾറെഡി മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പ്രീവിയസ് ആയിട്ടൊക്കെ സോയിൽ അതുപോലെ തന്നെ എർത്ത് ക്രസ്റ്റ്. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ടൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്താണ് അറ്റ്മോസ്ഫിയറിക് ലെയർ? നമുക്കറിയാം, നമ്മൾ അറ്റ്മോസ്ഫിയർ വെറുതെ ഒന്നും ഉണ്ടായിട്ടുള്ളതല്ല, അതിൽ ഒരുപാട് ലെയർ കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്, അറ്റ്മോസ്ഫിയർ ഫോം ചെയ്തിട്ടുള്ളത്. സോ ആ ലെയേഴ്സ് എന്തൊക്കെയാണെന്നാണ് ഇതിൽ നമ്മൾ നോക്കാൻ പോണത്. എക്സോസ്ഫിയർ, തെർമോസ്ഫിയർ, മേസോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ ആൻഡ് ട്രോപ്പോസ്ഫിയർ. ഇപ്പോൾ നമ്മൾ ഈ ഫിഗറിൻ്റെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്താണ് എർത്ത് അറ്റ്മോസ്ഫിയർ. അപ്പോൾ അതിൽ ഓരോ ലെയേഴ്സ് ഇപ്പോൾ കാണിച്ചിട്ടുണ്ട്, അത് പല പല ലെയറിലായിട്ട് കാട്ടിയിട്ടുണ്ട്. അതിലിപ്പോൾ നമ്മൾക്ക് എന്താണ് നമ്മൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ കാണുമ്പോൾ മനസ്സിലായി കാണും, കണ്ട എക്സോസ്ഫിയർ, തെർമോസ്ഫിയർ, പിന്നെ അതിൽ വേറെ ടേംസ് വരുന്നുണ്ട്. അതെന്താണ് നമ്മൾ ഡീറ്റെയിൽ ആയി പഠിക്കുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ നമുക്കതിൽ ഫസ്റ്റ് വൺ എക്സോസ്ഫിയർ എങ്ങനെയാണ്, എന്താണ് ആ ലെയറിനെ പറ്റിയിട്ടുള്ളതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദിസ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. നമ്മൾ ആ ഫിഗർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, ഔട്ടർ മോസ്റ്റ് ലെയറാണ് എന്ത്, എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. പിന്നെ ഇറ്റ് എക്സ്റ്റെൻസ് ഫ്രം അബൌട്ട് 375 മൈൽസ്, അതായത് 600 കിലോമീറ്റർ ടു 6200 മൈൽസ് എന്നാണ് പറയുന്നത്, അബൌ ദി എർത്ത് എന്നാണ് പറയുന്നത്. പിന്നെ ഇൻ ദിസ് ലെയർ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് എസ്കേപ്പ് ഇൻ ടു സ്പേസ് ആൻഡ് സാറ്റലൈറ്റ്സ് ഓർബിറ്റ് ദി എർത്ത്. അറ്റ് ദ ബോട്ടം ഓഫ് ദ എക്സോസ്ഫിയർ ഈസ് എ ട്രാൻസിഷൻ ലെയർ കോൾഡ് ദ തെർമോപോസ്. ഇപ്പോൾ ഈ എക്സോസ്ഫിയറിൻ്റെ ബോട്ടത്തിൻ്റെ അടിയിൽ ഒരു ട്രാൻസിഷൻ ലെയർ വരുന്നുണ്ട്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, തെർമോപോസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് തെർമോസ്ഫിയർ എന്താണെന്നാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ലൈസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്വീൻ അബൌട്ട് 53 മൈൽസ്, അതായത് 85 കിലോമീറ്റർ ആൻഡ് 600 കിലോമീറ്റർ. പിന്നെ ഇതിന് ഏറ്റവും എന്താണ് അപ്പർ അറ്റ്മോസ്ഫിയർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. വൈൽ സ്റ്റിൽ എക്സ്ട്രീംലി തിൻ, ദ ഗ്യാസസ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ബിക്കം ഇൻക്രീസ്ലി ഡെൻസർ ആസ് വൺ ഡിസെൻസ് ടുവാർഡ്സ് ദി എർത്ത്. നമ്മൾ എന്താണ് പറയുന്നത്, അറ്റ്മോസ്ഫിയറിൽ ഗ്യാസസ് എന്ത് ചെയ്യും, ഡെൻസ് ആവും എന്നാണ് പറയുന്നത്. Such incoming high energy ultraviolet and extra radiation from the sun begins to the absorbed by the molecule in this layer and cause large temperature increases. നമുക്കറിയാം അൾട്രാവയലറ്റ് റേസ്, എക്സ്ട്രാ റേഡിയേഷൻ ഒക്കെ സണ്ണിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇത് അട്രാക്ട് ചെയ്തിട്ട് ഇത് എന്തിന് കാരണമാവും എന്നാണ് പറയുന്നത്, ടെമ്പറേച്ചർ ഇൻക്രീസിന് കാരണമാവും എന്നാണ് പറയുന്നത്. ബിക്കോസ് ഓഫ് ദിസ് അബ്സോർപ്ഷൻ ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് വിത്ത് ഹൈറ്റ് ഫ്രം ആസ് ലോ ആസ് -184 ഡിഗ്രി ഫാരൻഹീറ്റ് ടു, അതെന്ന് പറയുന്നത് -120 ഡിഗ്രി സെൽഷ്യസ്. അറ്റ് ദി ബോട്ടം ഓഫ് ദിസ് ലെയർ ടെമ്പറേച്ചർ ക്യാൻ റീച്ച് ആസ് ഹൈ ആസ് 3600 ഡിഗ്രി ഫാരൻഹീറ്റ് ടു 2000 ഡിഗ്രി സെൽഷ്യസ് നിയർ ദി ടോപ്പ്. നമ്മൾ ഈ ടെമ്പറേച്ചറിൻ്റെ ഇൻക്രീസ് ഉണ്ടാവുമെന്നാണ് പറയുന്നത് ഹൈറ്റ് കൂടുന്തോറും. സോ എങ്ങനെയാണ് അതിൻ്റെ റീച്ചേഴ്സ് എന്നുള്ളതാണ് ആ ഒരു മെഷർമെൻറ്റിൽ കൊടുത്തിട്ടുള്ളത്. അടുത്തത് നമ്മൾ പറയാൻ പോണത്, ഇപ്പോൾ എന്താ നമുക്കറിയാം ടെമ്പറേച്ചർ കൂടി എന്ന് പറയും. അപ്പോൾ എന്താവും, ദ ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ വുഡ് സ്റ്റിൽ ഫീൽ very cold to our skin. The high temperature indicates the amount of energy absorbed by the molecules, but with so few molecules in this layer the total number would not enough to heat our skin എന്നാണ് പറയുന്നത്. The bottom of the thermosphere is mesopause. The transition into the mesosphere. നമുക്കറിയാം ഈ തെർമോസ്ഫിയറിൻ്റെ ബോട്ടം പോർഷനെയാണ് മെസോപോസ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ലെയറായിട്ടുള്ള മെസോസ്ഫിയറിനെ കണക്ട് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അടുത്തത് എന്താണ്, മെസോസ്ഫിയർ ആണ്. അപ്പോൾ അത് ലൈ ചെയ്യണത് എന്താ, എക്സ്റ്റെൻഡ് ചെയ്യണത് എത്രയാണ്, 31 മൈൽസ് അബോവ് ദി എർത്ത് സർഫസ് ടു 53 മൈൽസ് എന്നാണ് പറയുന്നത്. പിന്നെ ദ ഗ്യാസസ് ദാറ്റ് കംപ്രസസ് ദിസ് ലെയർ കണ്ടിന്യൂ ടു ബിക്കം ഡെൻസർ ആസ് വൺ ഡിസെൻസ്. ഇപ്പോൾ നമുക്കറിയാം ഗ്യാസസ് എന്തായാലും ഈ ലെയറിലുണ്ട്, അപ്പോൾ അതെന്താണ് ഡെൻസർ എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ ഇൻക്രീസസ് ആസ് വൺ ഡിസെൻസ് റൈസിങ് ടു അബൌട്ട് 5 ഡിഗ്രി ഫാരൻഹീറ്റ് നിയർ ദ ബോട്ടം ഓഫ് ദി ലെയർ. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ദ ഗ്യാസസ് ഇൻ ദ മെസോസ്ഫിയർ ആർ നൗ തിക്ക് ഇനഫ്
enough to slow down meteors hurtling into the atmosphere where they burn to leaving fairly trails in the night sky. Both the stratosphere and mesosphere are considered the middle atmosphere. ഈ മെസോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു അറ്റ്മോസ്ഫിയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മിഡിൽ പോർഷൻ അല്ലെങ്കിൽ മിഡിൽ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടാണ് മെസോസ്ഫിയറും അതുപോലെ തന്നെ അടുത്ത ലെയറായിട്ടുള്ള സ്ട്രാറ്റോസ്ഫിയറും അറിയപ്പെടുന്നത്. ദ ട്രാൻസിഷൻ ബൗണ്ടറി വിച്ച് സെപ്പറേറ്റ് മെസോസ്ഫിയർ ഫ്രം സ്ട്രാറ്റോസ്ഫിയർ ഈസ് കോൾഡ് സ്ട്രാറ്റോപോസ്. ഇപ്പോൾ മെസോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെയർ ഉണ്ട്, അത് കഴിഞ്ഞിട്ടുള്ള ലെയറാണ് എന്ത്? സ്ട്രാറ്റോസ്ഫിയർ. അടുത്തത് പറയും. സോ അതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ലെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രാറ്റോപോസ് എന്ന് പറയുന്നത്. ഒരു ബൗണ്ടറി, ട്രാൻസിഷൻ ബൗണ്ടറി, ലെയർ അല്ല, ട്രാൻസിഷൻ ബൗണ്ടറിനെയാണ് എന്ന് പറയുന്നത് സ്ട്രാറ്റോപോസ് എന്ന് പറയുന്നത്. അടുത്തത് സ്ട്രാറ്റോപോസ് ആണ്. ദ സ്ട്രാറ്റോപോസ് എക്സ്റ്റെൻസ് ഫ്രം 4 to 12 miles above the earth surface to around 31 miles. അപ്പോൾ ആ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന റേഞ്ചാണ് പറഞ്ഞിട്ടുള്ളത്. ദിസ് ലെയർ ഹോൾഡ്സ് 19% ഓഫ് അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് ബട്ട് വെരി ലിറ്റിൽ വാട്ടർ വേപ്പർ. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് ഒരു 19% ഉണ്ട്, പക്ഷേ വാട്ടർ വേപ്പർ എന്താണ്? വളരെ കുറവാണ് അതിൽ എക്സിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇൻ ദിസ് റീജിയൻ ടെമ്പറേച്ചേഴ്സ്, ഇപ്പോൾ നമുക്കറിയാം ഹൈറ്റ് കൂടുന്തോറും ഈ റീജിയനിൽ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ പ്രോസസ് ഓഫ് ദ ഫോർമേഷൻ ഓഫ് ഓസോൺ ആൻഡ് ഹീറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ടെമ്പറേച്ചർ ഇൻക്രീസസ് ഫ്രം ആൻ ആവറേജ് -51 degrees Celsius as tropopause to a maximum of -15 degrees Celsius at the top of the stratosphere. നമുക്കറിയാം ടെമ്പറേച്ചർ ഇവിടെ എന്തുണ്ടാവുന്നുണ്ട്? ടെമ്പറേച്ചർ കൂടുന്നുണ്ട്. ദിസ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ വിത്ത് ഹൈറ്റ് മീൻസ് വാമർ എയർ ഈസ് ലൊക്കേറ്റഡ് അബവ് കൂളർ എയർ. ഇപ്പം നമുക്കറിയാം ഒരു കൂളർ എയറിൻ്റെ മേലെ എന്തുണ്ടാവും? ടെമ്പറേച്ചർ കൂടുതലാണല്ലോ, സോ അവിടെ എന്തുണ്ടാവും? വാമർ എയർ ഉണ്ടാവും. ദിസ് പ്രിവെൻറ്റ്സ് കൺവെൻഷൻ ആസ് ദർ ഈസ് നോ അപ്വേർഡ് വെർട്ടിക്കൽ മൂവ്മെൻറ്റ് ഓഫ് ദി ഗ്യാസസ്. ഇപ്പോൾ കൺവെൻഷനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ അത് ഹെൽപ്ഫുൾ ചെയ്യും. പിന്നെ ദ ലൊക്കേഷൻ ഓഫ് ദ ബോട്ടം ഓഫ് ദിസ് ലെയർ ഈസ് റെഡ്ലി സീൻ ബൈ ആൻവിൽ ഷേപ്ഡ് ടോപ്സ് ഓഫ് ക്യുമുലോമസ് ക്ലൗഡ്സ്. അപ്പോൾ ആ ബോട്ടം പോർഷനിൽ ഇതൊക്കെ കാണും, ക്ലൗഡ്സ് കാണും എന്നാണ് പറയുന്നത്. ദ ട്രാൻസിഷൻ ലെയർ അറ്റ് ദ ബോട്ടം ഓഫ് ദ സ്ട്രാറ്റോസ്ഫിയർ ഈസ് കോൾഡ് ട്രോപ്പോപോസ്. ഇപ്പോൾ നമുക്ക് സ്ട്രാറ്റോസ്ഫിയറിൻ്റെ അടിയിൽ വരുന്ന ഒരു ട്രാൻസിഷൻ ലെയറിനെ പറയുന്നതാണ് എന്ത്? ട്രോപ്പോപോസ് എന്ന്. അപ്പോൾ അടുത്തത് എന്താ? ട്രോപ്പോസ്ഫിയർ. അപ്പോൾ നമുക്കറിയാം അതിനെ കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അല്ലേ. നോൺ ആസ് ദ ലോവർ, ഏറ്റവും ലോവർ അറ്റ്മോസ്ഫിയർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താ ചെയ്യാം? ഓൾമോസ്റ്റ് ഓൾ വെതർ, ഇപ്പോൾ എല്ലാ വെതറും ഇതിൽ ഒക്കർ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ ഹൈറ്റ് വാരി ചെയ്തുകൊണ്ടിരിക്കും. എർത്ത് സർഫസിൽ നിന്നാണ് ബിഗിൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളത്. എന്താ? 11 to 12 miles ഹൈ അറ്റ് ദ ഇക്വേറ്റർ, 5.5 miles അറ്റ് 50 degree north and 50 degree south and just under 4 miles height at the poles. ഓരോ എർത്തിൻ്റെ ഇപ്പോൾ എന്താ പറയുക, ഓരോ റീജിയൻ, സോ ഓരോ റീജിയനിൽ അതെങ്ങനെയാണ് ലൈവ് ചെയ്യുന്നതെന്നാണ് കാണിച്ചിട്ടുള്ളത്. ആസ് ദ ഡെൻസിറ്റി ഓഫ് ദ ഗ്യാസസ് ഇൻ ദിസ് ലെയർ ഡിക്രീസസ് വിത്ത് ഹൈറ്റ് ദ എയർ ബിക്കം തിന്നർ. നമുക്കറിയാം ഹൈറ്റ് കൂടുന്തോറും എന്തുണ്ടാവും? ഡെൻസിറ്റി കുറയും. അപ്പോൾ എവിടെ ഉണ്ടാവണം? എയർ എന്താവും എന്ന് പറയുന്നത്? തിന്നർ ആവും എന്നാണ് പറയണത്. അപ്പോൾ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ഹൈറ്റ് കൂടുന്തോറും കുറയാണ് ചെയ്യുന്നത് കേട്ടോ. ആസ് വൺ ക്ലൈം ഹയർ ദ ടെമ്പറേച്ചർ ഡ്രോപ്സ് വൺ ആവറേജ് അറൗണ്ട് 62 degree feet 17 degrees Celsius to -51 degrees Celsius at the troposphere. അപ്പോൾ ഇത്രയൊക്കെയാണ് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ്. അപ്പോൾ 5 ലെയേഴ്സിനെ പറ്റി പറഞ്ഞു, അതിൻ്റെ ഇടയിൽ വരുന്ന ട്രാൻസിഷൻ ബൗണ്ടറീസിനെ പറ്റി പറഞ്ഞു, പിന്നെ അതിൻ്റെ പെക്യുലാരിറ്റീസ്, ഗ്യാസ് ഉള്ളത്, പിന്നെ ടെമ്പറേച്ചർ റേഞ്ച്, മെയിനായിട്ട് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആണ് ഓരോന്നിൻ്റെയും പോയിൻറ്റ്സ് എഴുതുന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യന് ഞാനിപ്പോൾ വരും അറ്റ്മോസ്ഫിയറിക് ലെയറിനെ കുറിച്ചിട്ട് ഷോർട്ട് നോട്ട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 ലെയേഴ്സിനെ കുറിച്ച് പറ്റുകയാണെങ്കിൽ ആ ഫിഗർ ഒന്ന് വരച്ച് ജസ്റ്റ് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഫിഗർ വരച്ച് ഓരോ ലെയേഴ്സ് ഒന്ന് അടയാളപ്പെടുത്തി ഓരോ ലെയേഴ്സിൻ്റെ പെക്യുലാരിറ്റീസ് പറയുക, അവിടെ അത് റേഞ്ച് ചെയ്യണത് എങ്ങനെയാണ്, ലൈ ചെയ്യണത് എങ്ങനെയാണെന്ന് പറയുക, പിന്നെ അതിലെ ഗ്യാസസ്, അപ്പോൾ ആ ഗ്യാസസിൻ്റെ പെക്യുലാരിറ്റീസ് അങ്ങനെ എന്തെങ്കിലും, പിന്നെ ടെമ്പറേച്ചർ റിലേറ്റഡ് എന്തെങ്കിലും ആയിട്ടുള്ള ഒരു പോയിൻ്റ് വയ്ക്കുക. അപ്പോൾ ഇത്രയൊക്കെ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്ത് എഴുതാൻ നോക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് അറ്റ്മോസ്ഫിയറിക് ലെയറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്.